Hi, Namaste. Welcome back to my channel. Welcome back to WinTrader. ഒരുപാട് നേരമൊന്ന് ചാർട്ടിൻ്റെ മുന്നിൽ ഇരിക്കാൻ കഴിയില്ലാത്ത കുറേ ക്ലയൻസ് ഉണ്ട്. അതായത് എപ്പോഴും ജോബ് പേഴ്സൺ ആയിരിക്കും. പക്ഷെ അവർക്ക് ഒരു നിശ്ചിത ഒരു പ്രോഫിറ്റ്, ഒരു ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് ഏൺ ചെയ്യാൻ വേണം. അപ്പം അങ്ങനെയുള്ളവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് സ്വിംഗ് ട്രേഡിങ്. അതായത് ഒരു ഷെയർ മേടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷെ അത് അറിയാൻ പാടില്ലാതെ കുറേ ഷെയറിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കുറേ ലോസിലേക്ക് കടക്കുന്ന കുറേ ക്ലയൻസ് ഉണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നത്തെ കാണിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റിൻ്റെ സഹായത്തോടുകൂടി ഒരു സ്വിംഗ് ട്രേഡിംഗ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് സ്റ്റോക്കിൽ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പറ്റും, അതേപോലെ എൻട്രി എവിടുന്ന്, എക്സിറ്റ് എവിടുന്ന്, അപ്പോൾ ഏത് ഷെയറിൽ ഹോൾഡ് ചെയ്താൽ ഇന്ന് പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന കുറച്ച് സ്റ്റോക്സ് ആണ്. അതായത് ഒരു ടാറ്റ കെമിക്കൽസ്, അംബുജ സിമൻറ്റ്, ഇൻഫോസിസിൻ്റെ, അതേപോലെ ഭാരതിയുടെ ഇതിൻ്റെ ചാർട്ടാണ് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരുപാട് നേരം ചാർട്ടിൻ്റെ മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൊമെൻ്റ് അറിയാൻ വേണ്ടി കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ് അലേർട്ട് സിഗ്നൽസ്, അതേപോലെ സ്കാനർ സഹിതം കറക്റ്റ് മൊമെൻറ്റ് കാണിച്ചു തരും. എപ്പോഴും നമുക്ക് നോക്കിയിരിക്കേണ്ട, നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടുവരികയും അതേപോലെ പ്രോഫിറ്റ് നമുക്ക് നേടാൻ കഴിയും. ഒരുപാട് വലിയ ടെൻഷനും ഉണ്ടാവില്ല. നല്ല നമുക്ക് ഈ എന്താ പറയണ്ടേ, ഒരു ലൈവ് മാച്ചൊക്കെ നമ്മൾ കാണത്തില്ല. ലൈവ് മാച്ചിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അതേപോലെ ഇൻട്രാഡേ ട്രേഡിങ് നല്ല ക്യൂരിയോസിറ്റിയിൽ നമ്മൾ നിൽക്കുമായിരിക്കും. പക്ഷേ ഇൻട്രാഡേ ട്രേഡിംഗ് നമ്മൾ ഹൈലൈറ്റ്സ് കാണത്തില്ല, ക്രിക്കറ്റിൻ്റെ ഹൈലൈറ്റ്സ്, അതേപോലെയാണ് നമ്മുടെ ആക്ച്വലി ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കഴിഞ്ഞ് പോയ മാർക്കറ്റ് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി, പക്ഷേ അത്രയും ടെൻഷനിൽ ഇല്ല. അതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം നമുക്ക് അത്രയും ക്യൂരിയോസിറ്റി, അതായത് അത്രയും ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ ഇരിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അത്രയും ഒരു ഹ്യൂജ് ആയിട്ട് നമുക്കൊരു ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നില്ല. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ഒരു മാർക്കറ്റിൽ റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യുക. അപ്പം എന്നെ വിളിക്കേണ്ട നമ്പർ ലൈവ് മാർക്കറ്റിൽ ഇൻട്രാഡേ ആണോ പൊസിഷൻ ആണോ ഏത് മാർക്കറ്റ് ആണെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയർ വിങ്ട്രേഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വിളിക്കുക, ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യുക. 81390399 സീമ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് ഫസ്റ്റ് ടാറ്റ കെമിക്കൽസ് ആണ്. ഇവിടെ കാണിച്ച ടാറ്റ കെമിക്കൽസ് കുറച്ച് ദിവസമായിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ടൊരു 31 ഒക്ടോബർ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഒരു നല്ല ഹ്യൂജ് ഡൗണിലേക്ക് തന്നെ മാർക്കറ്റ് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ആക്ച്വലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഒരു അവസരം, അതായത് നമ്മൾ എടുത്തിരുന്ന ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിലേക്ക് ഇപ്പോൾ കടന്നേനെ. ഇപ്പോൾ അപ്രോക്സിമേറ്റ് ബൈ ട്രെൻഡ് അപ്രോക്സിമേറ്റ് സ്റ്റാർട്ടായത് ഒരു 10th, അതായത് ഈ മാസം ഒരു 10ാം തീയതിക്ക് ശേഷം മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിലേക്ക്, അതായത് 9 ദിവസമായി ഒരു അപ്പ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 19 പോയിന്റ് ഓൾറെഡി മാർക്കറ്റ് കയറി കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ എടുത്ത പോയിന്റ് ഒരു 959 ഒരു നല്ല ബൈ ട്രെൻഡ്. അപ്പോൾ ഇതുവരെ ഈ ഷെയർ എടുത്ത് ക്ലയൻസിനെ ഇപ്പോൾ നല്ലൊരു ബൈ ഹൈക്ക് പോയിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ഡൗണും ഉണ്ടായിരുന്നു, നല്ലൊരു ബൈ ഹൈക്ക് ഇപ്പം പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 10 ദിവസമായ ഒരു ബൈ ഹൈക്കിലേക്ക് പോകുന്നുണ്ട് മാർക്കറ്റ്. നല്ലൊരു ട്രെൻഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടാറ്റ കെമിക്കൽസ്, ടാറ്റയുടെ ഐറ്റങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്രോക്സിമേറ്റ് നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് എപ്പോഴായാലും നമുക്ക് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് കണ്ടോ കണ്ടിന്യൂസ് ആയിട്ടൊരു ബൈ ഹൈക്ക് ഇതിനകത്ത് നേരത്തെ പോയിട്ടുണ്ട്. ഒരു നല്ല ഹ്യൂജ് ഡൗണിലേക്ക് ഇറങ്ങിയാലും ഇടയ്ക്ക് അത് കഴിഞ്ഞാലും മാർക്കറ്റ് നല്ലൊരു ഹൈക്കിലേക്ക് പോവുകയും ചെയ്യും. നല്ലൊരു പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റും ചെയ്യുകയും ചെയ്യാം. അത്രയ്ക്ക് നല്ലൊരു സ്റ്റോക്കാണ് ടാറ്റ കെമിക്കൽസ്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാളുകളായിട്ട് ഇതിനൊരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്, ഡൗൺ ട്രെൻഡ് ഒരു പരമ്പര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം അത് മാർക്കറ്റ് കയറി വരുന്നുണ്ട്. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു. ഹോൾഡ് ചെയ്ത് വെക്കാൻ ഇനിയും അവസരമുണ്ട്, നിങ്ങൾക്ക് എടുത്തിടാം, നല്ലൊരു അവസരമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഗ്രീൻ കളർ അപ്പാരുമാണ്. ബൈസിക്കിളിൻ്റെ അകത്ത് വന്നിരിക്കുന്ന 9:14 9:59 ആക്ച്വലി ബൈൻ്റെ പറഞ്ഞു. 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, 2 അച്ചീവ് ആയിട്ടുണ്ട്, പറഞ്ഞ് ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോർഷൻ ഈ ക്യാൻഡിൽ കളർ ഇവിടെ ഗ്രീൻ ആയിരുന്ന സമയത്ത് താഴെയും ഗ്രീൻ വന്നിട്ട് നമുക്ക് ആ പോർഷനിൽ ധൈര്യമായിട്ട് എടുക്കാമായിരുന്നു. കാരണം അവിടുന്ന് നേരെ എന്തായാലും ഒരു 19 പോയിന്റ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന് മുമ്പ് ഒരു സെൽ ട്രെൻഡാണ്, അപ്രോക്സിമേറ്റ് ഇവിടുന്ന് തുടങ്ങിയ ഒരു സെൽ ട്രെൻഡാണ്. അതിൻ്റെ ഡേറ്റ് താഴെ കൊടുത്തിട്ട് 31 ഒക്ടോബറിന് ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ പരമ്പര തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്രോക്സിമേറ്റ് കഴിഞ്ഞ ഒരു അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 10ാം തീയതിക്ക് മുമ്പ് വരെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ്, നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത്രയ്ക്കും നല്ല ഡൗൺ ട്രെൻഡാണ് ഉണ്ടായിരുന്നത്. അപ്പം അതിന് നല്ല ഹ്യൂജ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ടാറ്റ അംബുജ സിമെൻറ്റിനും ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്കാണ് നിൽക്കുന്നത്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഇതിനകത്ത് ബൈ ട്രെൻഡ് ഉണ്ടായിരുന്നു.
അപ്രോക്സിമേറ്റ് 13th ഒക്ടോബറിന് ശേഷം ഒരു അപ്രോക്സിമേറ്റ് ഒരു 9th ഡിസംബർ വരെ ഒരു നമുക്കൊരു ബൈ ട്രെൻഡ് നല്ല രീതിയിൽ ഇതിനകത്ത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ഹ്യൂജ് ഡൗൺഫോൾ തന്നെ അംബുജാ സെവൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എടുത്തു വെക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. നമുക്ക് ആക്ച്വലി ഒരു 914 അതായത് ലേറ്റസ്റ്റ് ആയിട്ട് സെൽ സിഗ്നൽ വന്ന നമുക്ക് ആക്ച്വലി മുകളിൽ കാണാൻ പറ്റും. ഒരു 558 വന്നതാണ്. ഇപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു 39 പോയിന്റ് ഇറങ്ങി നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കാം. ഇതിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റ് നമുക്ക് നടത്തി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹ്യൂജ് അംബുജാ സിമെന്റിന് എപ്പോഴും പോയിട്ടുണ്ട്. ഹ്യൂജ് ഹൈക്ക് നമുക്ക് എപ്പോഴായാലും ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. നല്ല രീതിയിൽ ഇപ്പം മാർക്കറ്റ് ഇറങ്ങി നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിടാൻ പറ്റുന്നെങ്കിൽ മേടിച്ചിടാം. ഓക്കെ, അതേപോലെ തന്നെ ഇൻഫോസിസും അങ്ങനെയാണ്. ഇൻഫോസിസിലേക്ക് നല്ലൊരു ബൈ ട്രെൻഡും സെൽ ട്രെൻഡും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഷെയറാണ് ഇൻഫോസിസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനകത്ത് സെൽ ട്രെൻഡ് തന്നെയായിരുന്നു. അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ഒരു 8th ഡിസംബറിന് ശേഷം ഇതിനകത്തൊരു സെല്ലിൻ്റെ ഒരു നല്ലൊരു ഹ്യൂജ് സെല്ല് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ബൈ ട്രെൻഡിലേക്ക് കയറിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്രോക്സിമേറ്റ് 13th ശേഷം ഒരു തുടങ്ങിയ ബൈ ഹൈക്ക് ഒരു 22 പോയിന്റ്സ് ഇപ്പം ബൈ കയറിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബൈയുടെ ഡീറ്റെയിൽസ് എല്ലാം മുകളിലും താഴെ കൊടുക്കുന്ന ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയിരുന്നു. ഇപ്പോഴും ബൈ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നൊരു അവസരം തന്നെയാണ്. ഓക്കെ, അപ്പം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴത്തെ വോളിയം ബാർ നമുക്ക് ചേഞ്ച് ആകും. ഇവിടുന്ന് കണ്ടോ, കഴിഞ്ഞ ഇവിടം വരെ ബൈ ആയിരുന്നു, ഇനി സെല്ലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഭാരതി എയർടെൽ ഇപ്പം നിങ്ങൾക്ക് മേടിച്ചിടാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെയും പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹ്യൂജ് ആയിട്ടൊരു ഇപ്പം നല്ലൊരു ബൈ ട്രെൻഡ് തന്നെ ഇതിനുണ്ടായിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഇപ്പം നല്ലതായിട്ട് ഡൗൺ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നൊരു സ്റ്റോക്കാണ്. അതായത് മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു സെൽ ട്രെൻഡ് അപ്രോക്സിമേറ്റ് ഒരു 20 to 12 അതായത് കഴിഞ്ഞ വർഷം ഒരു അപ്രോക്സിമേറ്റ് ഡിസംബറോടുകൂടി ഒരു മാർക്കറ്റ് ഇറങ്ങിയതാണ്. ഇതിനകത്ത് നല്ലൊരു ഹ്യൂജ് ഡൗൺ തന്നെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് 45 അല്ല, അതിന് താഴെ മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ഡൗൺ ട്രെൻഡ് ഇപ്പം ഭാരതീയത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതിന് മുമ്പ് ഒരു നല്ലൊരു ഹൈക്കിലേക്ക് പോരുന്ന സ്റ്റോക്കാണ്. ഒരു ഹൈക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹ്യൂജ് അപ് ട്രെൻഡ് ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും അപ്രോക്സിമേറ്റ് 21st ഒക്ടോബറോടുകൂടി ഒരു നല്ലൊരു ബൈ ഹൈക്ക് തന്നെ പോയിട്ടുണ്ട് ഇതിനകത്ത്. അത്രയ്ക്ക് നല്ലൊരു ഒരു ട്രെൻഡിലേക്ക് പോകുന്നൊരു സ്റ്റോക്കാണ്. അപ്പം എപ്പോഴും മേടിച്ചിടാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. ഒരു നമുക്കൊരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ഇതിനകത്തൊരു നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു എന്താ പറയുക ഒരു റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഇൻഡിഫിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. താഴത്തെ വോളിയം ബാറിലൂടെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി സൈഡിലെ ഇൻഡിഫിക്കേഷനിലൂടെ ഡൗൺ ട്രെൻഡും അപ് ട്രെൻഡും എല്ലാത്തിനും ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ അപ് ഡൗൺസ് ഇതിനകത്ത് ഉണ്ടാവും. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടൊരു ഏത് പോയിന്റിലാണ് സെൽ ഡൗൺ പോകുന്നതെന്നുള്ള ഒരു ഇൻഡിഫിക്കേഷൻ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസായി വിളിക്കുക, ഞാൻ ഗൈഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.